പത്തനംതിട്ടയിൽ കണ്ടക്ടർ ഇല്ലാത്ത KSRTC ബസ് ഓടിയത് 5 കിലോമീറ്റർ ദൂരം. യാത്രക്കാരിൽ ആരോ ഡബിൾ ബെല്ലടിച്ചതിനെ തുടർന്ന് ഡ്രൈവർ ബസ് എടുക്കുകയായിരുന്നു. പത്തനംതിട്ട കരിമാൻതോട്ടിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോയ ഫാസ്റ്റ് പാസഞ്ചർ ബസ്സിലാണ് സംഭവം. കെ അഭിലാൽ വിശദാംശങ്ങളുമായി ചേരുന്നു. അഭിലാൽ, ഗുഡ് മോർണിംഗ്. ഈ കണ്ടക്ടർ ഇല്ലാതെ വാഹനം എടുത്തത് ഈ ഡബിൾ ബെൽ കേട്ടതുകൊണ്ട് മാത്രമായിരുന്നു? അങ്ങനെ ഒരു പരിശോധനയോ ഈ ഡ്രൈവറും കണ്ടക്ടറും തമ്മിലൊരു ധാരണയോ ഒക്കെ നേരത്തെ ഉണ്ടാവേണ്ടതില്ലേ എന്ന് തോന്നുന്നു. ഗുഡ് മോർണിംഗ്. യാത്രക്കാരിൽ ബിരുദന്മാരായ ചിലർ ഇതിനു മുൻപും സമാന രീതിയിലുള്ള ചില കുസൃതികൾ കാണിക്കുകയും KSRTC സർവീസിനെയും ജീവനക്കാരെയും ഒക്കെ തന്നെ പ്രതിസന്ധിയിലാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് രാവിലെ 4:30 കോന്നി കരിമാന്തോട് നിന്നാണ് പത്തനംതിട്ട ഡിപ്പോയിലെ KSRTC സൂപ്പർ ഫാസ്റ്റ് ബസ് പുറപ്പെടുന്നത്. 5:50 ആയപ്പോൾ ഇത് പുനലൂർ ഡിപ്പോയിൽ എത്തിയിരുന്നു. തുടർന്ന് KSRTC ബസ്സിലെ കണ്ടക്ടർ ടൈം വെക്കുന്നതിനായി ഓഫീസിലേക്ക് പോയപ്പോഴാണ് യാത്രക്കാരിൽ ആരോ ഒരാൾ ഡബിൾ ബെല്ലടിച്ചത്. അത് കണ്ടക്ടർ തന്നെ യാത്ര പുറപ്പെടാനുള്ള നിർദ്ദേശം നൽകിയതാണ് എന്നുള്ള ധാരണയിൽ ഡ്രൈവർ ബസ് മുന്നോട്ടെടുക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ ഏറെക്കുറെ 5 കിലോമീറ്റർ ദൂരം ബസ് യാത്ര ചെയ്ത് കരുവാളൂർ എത്തിയപ്പോൾ മാത്രമാണ് ബസ്സിൽ കണ്ടക്ടർ ഇല്ല എന്നുള്ളത് അറിയുന്നത്. പുനലൂരിൽ നിന്ന് കയറി യാത്രക്കാരൻ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി കണ്ടക്ടറെ അന്വേഷിച്ചപ്പോഴാണ് ഇത് ബോധ്യപ്പെടുന്നത്. തുടർന്ന് ഡ്രൈവർ കണ്ടക്ടറെ മൊബൈൽ ഫോണിൽ ബന്ധപ്പെടുകയും പിന്നാലെ എത്തിയ നെടുങ്കണ്ടത്തു നിന്നും തിരുവനന്തപുരത്തേക്ക് പോയ സൂപ്പർ ഫാസ്റ്റ് ബസ്സിൽ കയറി പുനലൂരിൽ നിന്നും കണ്ടക്ടർ കരുവാളൂരിലിറങ്ങി വണ്ടിയിൽ കയറുകയും പിന്നീട് യാത്ര തുടരുകയുമാണ് ഉണ്ടായത്. സമാനമായ രീതിയിൽ ഉള്ള പല പ്രശ്നങ്ങളും സമീപകാലങ്ങളിൽ പല ഡിപ്പോകളിലും ഉണ്ടായിട്ടുണ്ട്. അതേസമയം തന്നെ ഈ ബസ് കരുമാന്തോട്ടിൽ നിന്നും പുറപ്പെടുന്ന ഈ ബസ് 5:50 തന്നെ കൃത്യം അവിടെ എത്താറുണ്ടെന്നും അതേസമയം തന്നെ ഈ ബസ് അവിടെ പിടിച്ചിട്ട ശേഷം പുനലൂരിൽ നിന്നും പുറപ്പെടുന്ന തിരുവനന്തപുരത്തേക്കുള്ള മറ്റൊരു ബസ് അവിടെ യാത്ര ആരംഭിച്ച ശേഷം മാത്രമേ ഈ ബസ്സിനെ അവിടെ നിന്നും തുടർന്നുള്ള യാത്രയ്ക്ക് അനുവദിക്കാറുള്ളൂ എന്നുള്ള ആക്ഷേപം സ്ഥിരം യാത്രക്കാർ ഉന്നയിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ ഈ ബസ് അവിടെ എത്തി കൃത്യസമയം പാലിച്ച് തുടർ യാത്ര ആരംഭിക്കുകയാണെങ്കിൽ കൂടുതൽ ആളുകൾ ഈ ബസ്സിൽ കയറുകയും വരുമാന നഷ്ടം പുനലൂർ ഡിപ്പോയ്ക്ക് ഉണ്ടാകാനുള്ള സാധ്യത കൂടി കണക്കിലെടുത്ത് പുനലൂർ ഡിപ്പോയിലെ ചില ജീവനക്കാർ ബോധപൂർവം ഈ ട്രിപ്പ് അവിടെ പിടിച്ചിടാനുള്ള കാരണമായി പറയപ്പെടുന്നുണ്ട്. എന്തായാലും KSRTC അധികൃതരുടെ ശ്രദ്ധയിൽ കൂടി ഈ വിഷയം പറയേണ്ടതുണ്ട്. സ്ഥിരം യാത്രക്കാരായ ചിലർ കൺട്രോൾ റൂമിൽ വിളിച്ച് ഈ വിവരം കൂടി ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്.